ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതുവരെ ഇട്ട വീഡിയോകളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സീരീസിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഓൾ സോസസ് എല്ലാം കാണിച്ചു തന്നു, സൂപ്സും ഓൾമോസ്റ്റ് കാണിച്ചു തന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാസ്ത ഡിഷാണ്. ഓക്കെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെന്നെ പാസ്ത വിത്ത് നെപ്പോളിറ്റന സോസ്. ഓക്കെ, നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല റെഡ് കളർ ടൊമാറ്റോസ് ആണ്. അപ്പം ഞാൻ ഒരു കിലോ ടൊമാറ്റോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ഇതിൻ്റെ ബോട്ടം പാർട്ടൊന്ന് റിമൂവ് ചെയ്യുക, ഒന്ന് ഒരു ക്രോസ് സ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ക്രോസ് സ്ലിറ്റ് ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്കിതിനെ ഡിപ്പ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഓരോന്നായിട്ട് ടൊമാറ്റോസ് ബോയിലിംഗ് വാട്ടറിൽ ഇടുകയാണ്. 1 2 ഇത് നമുക്കൊരു 10 to 15 സെക്കൻഡ്സ് മതി. നമ്മുടെ ഒരു 15-20 സെക്കൻഡ്സ് നമ്മുടെ ടൊമാറ്റോസ് ബോയിലിംഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ സ്കിൻസ് എല്ലാം ഓൾമോസ്റ്റ് ഇളകി വരുന്ന പരുവത്തിൽ നമ്മൾ ഇതിനെ എടുത്ത് നല്ല കോൾഡ് വാട്ടറിലോട്ട് ഇടുകയാണ്. കോൾഡ് വാട്ടറിൽ ഇട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബോയിലിംഗ് സ്റ്റോപ്പ് ആവും, അവിടെ വെച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്കിൻ ഔട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ടൊമാറ്റോസ് ഞാൻ ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോയിലിംഗ് വാട്ടറിൽ നമ്മളിതിനെ ഡിപ്പ് ചെയ്ത് ഓക്കെ. അപ്പം ടൊമാറ്റോസ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ പീൽ ചെയ്ത് കഴിഞ്ഞു സ്കിന്ന്. ഇനി ഞാൻ ഇവനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ടൊമാറ്റോസ് ഏകദേശം ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് സീഡ്സിൽ റിമൂവ് ചെയ്ത് ഞാൻ ഇവന് ചോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോസ് എല്ലാം ഞാൻ റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടുന്നത് അനിയൻ, ഗാർലിക്, ഇത് സെലറിയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ലീക്സ് ആണ്, ഇത് കുറച്ച് പാസ്ലി, ഇത് ടൊമാറ്റോ പേസ്റ്റ്, ബേ ലീഫ്, ഒലിവ് ഓയിൽ ആൻഡ് ഒറിഗാനോ ആൻഡ് ബേസിൽ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും അതിൽ കുറച്ച് ഒരു ബേ ലീഫ് ഇടാം. 2 ബേ ലീഫ് ഇട്ടു. ഓക്കെ, അനിയൻ ഇട്ട് ഞാൻ സോട്ട് ചെയ്യുകയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് ഗാർലിക് ഇടാം. കുറച്ച് ഗാർലിക് ഇട്ടു, ഒരു 5 to 10 ഗ്രാം ഗാർലിക് ഇട്ടു. അപ്പോൾ അതൊന്ന് സ്വെറ്റാകുന്നത് വരെ നമുക്ക് തന്നെ സോട്ട് ചെയ്യാം. ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് സ്വെറ്റായാൽ മതി. അതിലോട്ട് ഞാൻ കുറച്ച് ലീക്സ് ചോപ്പ് ചെയ്ത് വെച്ച് ലീക്സ് ഇട്ടു, കുറച്ച് സെലറി ഇട്ടു. അപ്പോൾ ഇത് ഒനിയൻ എല്ലാം നന്നായിട്ട് സോട്ട് ആയി കഴിഞ്ഞു. ഞാൻ അതിലോട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ടൊമാറ്റോ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല കളറും നല്ല ചങ്കി പീസസ് കിടക്കുന്നു. നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ക്രീമാക്കി മാറ്റാം. ടൊമാറ്റോ കുറച്ച് ക്രീം ഒഴിച്ചാൽ അതൊരു ടൊമാറ്റോ ബേസിൽ ക്രീം സോസ് ആക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒത്തിരി ഉണ്ട്. ഇതിപ്പം നോർമലി നെപ്പോളിറ്റൻ സോസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് സോസാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് അറേബിയറ്റ് ആക്കണമെങ്കിൽ ഇതിനകത്ത് സ്പൈസസ് ഇട്ട് കഴിഞ്ഞാൽ റെഡ് ചില്ലിയും ഹോൾ റെഡ് ചില്ലി എല്ലാം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറേബിയറ്റ് സോസായി. ഓക്കെ, ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പെന്നെ വിത്ത് നെപ്പോളിറ്റന സോസ്. ഓക്കെ, ഞാൻ ഇതിലോട്ട് കുറച്ചൊരു പേരിന് കുറച്ച് ബേസിലും കുറച്ച് ഒറിഗാനോ ഇടുകയാണ്. ഓക്കെ, അത് രണ്ടും മാത്രം.
അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സോസ്. കണ്ടോ, നല്ല നല്ല കളറും നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പാസ്ത ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിത് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അത് ഓയിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പാസ്ത തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ്, അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാനാണ്. ഓക്കെ, ഞാൻ പാസ്ത ഇട്ടു. നോർമലി പാസ്ത ബോയിൽ ചെയ്യാൻ 7 മിനിറ്റ്സ് ആണ്. ബോയിലിംഗ് വാട്ടറിലാണ് പാസ്ത നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കിയ സോസിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ട് ഞാനൊരു ശകലം പാനിൽ തന്നെ ഇട്ടു. അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ അപ്പായി. എന്നിട്ട് ഞാൻ അതിലോട്ട് ബോയിൽഡ് പാസ്ത ഇടുവാണ്. കുറച്ചിടാം. ഓക്കെ, ഒരു പോർഷൻ മതി. ചീസ് ഇടുവാണ് കുറച്ച്. അപ്പോൾ ഞാനിതിനെ പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിലോട്ട് പാമസൻ ചീസ് ഗ്രേറ്റ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് മേലിടുകയാണ്. കുറച്ച് പാസ്ലി സ്റ്റിക്സ് ഇടുകയാണ്. നമ്മുടെ പാസ്ത തയ്യാറായി കഴിഞ്ഞു. ഇത് ആവി പറക്കുന്ന ഫ്രഷ്ലി മെയ്ഡ് പാസ്താസ്.